ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിവോക്കിലെ OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 2ന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഐക്ക് വരുന്ന ഓരോ ഡിസീസുകളെ കുറിച്ചായിരുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് സിവിയർ ഇയർ കണ്ടീഷൻസ്, അതായത് സർജിക്കൽ കറക്ഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇയർ കണ്ടീഷൻസിനെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിഡിൽ ഇയർ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ക്രോണിക് ഓട്ടിഐറ്റിസ് മീഡിയ വിത്ത് ഇഫ്യൂഷൻ. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മളുടെ മിഡിൽ ഇയറിൽ വരുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഇതാണ് പറയുന്നത്. അതായത് നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഹിയറിംഗ് ലോസ്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് പറയുന്നത് റിങ്കോട്ടോമി, അതായത് ടു പ്ലേസ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. എ സ്മോൾ ഇൻസിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ ഇയർ ഡ്രം ടു ഡ്രെയിൻ ഫ്ലൂയിഡ്, അതായത് ആ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് ഇയർ ഡ്രമ്മിലേക്ക് നമ്മളൊരു ഇൻസിഷൻ ഇട്ട് ഒരു ട്യൂബ് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താണ്, നമ്മളുടെ മിഡിൽ ഇയറിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു ഫ്ലൂയിഡ് അവിടെ ഉണ്ടാവുന്നതെന്നുള്ളത് നോക്കി അതിനെ പ്രിവെന്റ് ചെയ്യാനും നമ്മൾ സർജിക്കൽ ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഓട്ടോസ്ക്ലീറോസിസ് ആണ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ മിഡിൽ ഇയറിൽ ഒരു ബോൺ ഗ്രോത്ത് വരികയാണ്. അത് ചിലപ്പോൾ എന്തായിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഹിയറിംഗ് ലോസിനോ അങ്ങനെയുള്ള കാരണങ്ങൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാണ്. ആ ഒരു സ്റ്റേറ്റ്സ് ബോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. അത് സ്മോൾ ഓപ്പണിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിമൂവിങ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേപ്ഡെക്ടമി അല്ലെങ്കിൽ സ്റ്റേപ്ഡക്ടോമി. ഓക്കെ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അതിന്റെ സർജിക്കൽ ഇതിനെ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഇന്നർ ഇയറിൽ വരുന്ന കണ്ടീഷൻസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വരുന്ന ഡിസീസ് മേനീസ് ഡിസീസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് വരുന്നത്, അതുപോലെ തന്നെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഫുൾനെസ് ഫീൽ ചെയ്യുന്നു, നമ്മൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വരുന്ന സർജിക്കൽ ഓപ്ഷനിൽ വരുന്നതാണ് എൻഡോലിംഫാറ്റിക് സാക് ഡീകംപ്രഷൻ ഓർ ഷണ്ട് സർജറി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അതായത് സർജിക്കൽ പ്രൊസീജിയർ ചെയ്യാണ്. ആ ഒരു ഫ്ലൂയിഡിന്റെ പ്രഷറിനെ, ഇന്നർ ഇയറിലുള്ള ആ ഒരു ഫ്ലൂയിഡ് പ്രഷറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അക്കോസ്റ്റിക് ന്യൂറോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് വെസ്റ്റിബുലാർ ഷ്വാനോമ എന്ന അതിന് വേറൊരു നെയിം ഉണ്ട്. അതായത് ഒരു ട്യൂമർ ഗ്രോത്ത് ചെയ്യാണ്. വെസ്റ്റിബുലാർ നെർവിൽ നമുക്കൊരു ട്യൂമർ ഗ്രോത്ത് ചെയ്യുന്നു. അത് നമ്മുടെ ബാലൻസിങ്ങിനെയും ഹിയറിങ്ങിനെയും എഫക്ട് ചെയ്യുന്നു. ആ കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്, അക്കോസ്റ്റിക് ന്യൂറോമ എന്ന് പറയുന്ന കണ്ടീഷൻ. അതിന് നമുക്ക് സർജറി, അതെന്താണ്, ആ ട്യൂമർ റിമൂവ് ചെയ്യുക, അതാണ് അതിന്റെ സർജറി വരുന്നത്. എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന കണ്ടീഷനാണ് എക്സോസ്റ്റോസിസ് അല്ലെങ്കിൽ സഫേഴ്സ് ഇയർ. അതിൽ എന്താണ് നമ്മൾ പറയുന്നത്, ബോണി ഗ്രോത്ത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇയർ കനാലില് വളരുന്ന ആ ഒരു കണ്ടീഷനാണ്. ആ ഒരു സർജിക്കൽ റിമൂവൽ വഴി ആ ഒരു ബോണി ഗ്രോത്തിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നതാണ് അതിന് വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൺജനറ്റൽ ഇയർ അബ്നോർമാലിറ്റീസ് ആണ്. അതായത് ജന്മന നമുക്ക് ഇയറിന് വരുന്ന അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മൈക്രോട്ടിയ ആൻഡ് ആട്രീസിയ, അതായത് കൺജനറ്റൽ കണ്ടീഷനാണ്. ഔട്ടർ ഇയറിൽ വരുന്നത്, നമുക്ക് ഔട്ടർ ഇയർ വളരാത്ത ഒരു കണ്ടീഷൻ, അതും അല്ലെങ്കിൽ ആ ഒരു കനാല് ആബ്സെന്റ് ആവുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അത് റീകൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്ലാസ്റ്റിക് സർജറി വഴി അതിന്റെ ഹിയറിങ്ങിന് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കി സർജിക്കൽ പ്രൊസീജിയർ വഴി അത് റീകൺസ്ട്രക്ട് ചെയ്ത് ഔട്ടർ ഇയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇയർ കനാല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ട്രോമ ആൻഡ് ഇഞ്ചുറി ആണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ടിംപാനിക് മെംബ്രെയിൻ പെർഫറേഷൻ ആണ്. അതായത് അതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എ ഹോൾ ഓർ ടിയർ ഇൻ ദ ഇയർ ഡ്രം ഡ്യൂ ടു ട്രോമ. അതായത് എന്തെങ്കിലും ട്രോമ കാരണോ ഇൻഫെക്ഷൻ കാരണോ നമ്മളുടെ ടിയർ നമ്മളുടെ ഹോളില് ഇയർ ഡ്രമ്മിലേക്ക് ഒരു ഹോള് വന്നിട്ട് ടിയേഴ്സ് അവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രഷറിൽ ചേഞ്ച് വരുന്നു. ആ ഒരു കണ്ടീഷനാണ് പറയുന്നത്. അതിലും നമുക്ക് സർജിക്കൽ റിപ്പയർ ആണ്, ഇയർ ഡ്രമ്മിന് സർജിക്കൽ റിപ്പയർ ചെയ്തിട്ട് ഹിയറിംഗ് ക്ലിയർ ചെയ്ത് ആ ഒരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ വരുന്ന ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ഹ്യൂമൻ നോസിനെ കുറിച്ചാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്
ഹ്യൂമൻ ഇയറിനെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂമൻ നോസിനെ. അപ്പോൾ ഹ്യൂമൻ നോസിൽ എന്തൊക്കെയാണ്? അനാറ്റമി, അതിന്റെ പാർട്ടുകൾ, പിന്നെ ഫങ്ഷൻസ്, അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത്. ഹ്യൂമൻ നോസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് റീമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഓർഗനാണ് അല്ലെ. നമ്മളുടെ വൈറ്റൽ എന്ന് പറയുന്ന ഒരു ഇത് നമുക്ക് എന്താണ് സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതേപോലെ തന്നെ റെസ്പിറേറ്ററി ഫംഗ്ഷൻസിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് എന്ത്? ഈ പറയുന്ന നോസ്. ഓക്കെ, അനാറ്റമി ഓഫ് ദ നോസ് ആണ് പറയുന്നത്. നോസ് ഈസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ കമ്പോസ്ഡ് primarily of cartilage, bone, skin and mucous membranes. Its external visible part is the nasal പിരമിഡ്. അതിൽ നമ്മളുടെ നോസിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നീസൽ പിരമിഡ് എന്ന് പറയുന്നത്. സപ്പോർട്ടഡ് ബൈ ദ നീസൽ ബോൺസ് ആൻഡ് കാർട്ടിലേജ്. അത് എങ്ങനെയാണ്? നീസൽ ബോൺസിന്റെയും കാർട്ടിലേജിന്റെയും ഒരു കോംബോ അല്ലെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളുടെ നീസൽ പിരമിഡ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നോസ്ട്രിൽസ് അല്ലെങ്കിൽ ഓപ്പണിംഗ്, അതായത് നമ്മളുടെ എയർ എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഓപ്പണിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോസ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ നീസൽ കാവിറ്റി. നോസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് അതിനെ നീസൽ കാവിറ്റി എന്ന് പറയും. അതിനെ ഡിവൈഡഡ് ഇൻ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ബൈ ദ നീസൽ സെപ്റ്റം. അതായത് നീസൽ സെപ്റ്റം വഴി അതിനെ നമ്മൾ എന്താ ചെയ്തേക്കുന്നു? റൈറ്റ്, ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു നോസിന്റെ പാർട്സ് ആണ്. എക്സ്റ്റേണൽ നോസ്, നീസൽ കാവിറ്റി, നീസൽ സെപ്റ്റം, സൈനസ്. അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുന്ന നോസിന്റെ പാർട്ടുകളാണ്. ഓക്കെ, എക്സ്റ്റേണൽ നോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്ലൂഡ്സ് വിസിബിൾ പാർട്ട് ആൻഡ് നോസ്ട്രിൽസ്. നമ്മളുടെ നോസിനെ കാണുന്ന ആ ഭാഗത്തിനെ അല്ലെങ്കിൽ നോസ്ട്രിൽസിനെയും കൂടിയിട്ടാണ് എക്സ്റ്റേണൽ നോസ് എന്ന് പറയുന്നത്. നെയ്സൽ കാവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു മ്യൂക്കസ് മെംബ്രെയിനോട് കൂടിയിട്ടുള്ള ടിനി ഹെയർസോട് കൂടിയിട്ടുള്ള ഒരു ഹോളോ സ്പേസ് ആണ്. നീസൽ സെപ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ പാർട്ടീഷൻ ഡിവൈഡിങ് ദ നീസൽ കാവിറ്റി ഇൻ ടു 2 സൈഡ്. നീസൽ കാവിറ്റിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ പോലെയാണ് എന്ത് വരുന്നത്? നീസൽ സെപ്റ്റം വരുന്നത്. സൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? എയർ ഫിൽഡ് ആയിട്ടുള്ള കാവിറ്റി സറൗണ്ടിങ് ദ നീസൽ കാവിറ്റി. എന്താണ്? സെർവിങ് ടു ലൈറ്റൻ ദ സ്കൾ ആൻഡ് പ്രൊഡ്യൂസ് മ്യൂക്കസ്. മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളുടെ എന്താണ് എയർ ഫില്ല് ചെയ്തിരിക്കുന്ന നീസൽ കാവിറ്റിയിൽ എയർ ഫില്ല് ചെയ്തിരിക്കുന്നതും സൈനസിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് ദ നോസ്. ഫസ്റ്റ് പറയുന്നത് റെസ്പിറേറ്ററി ഫംഗ്ഷൻ ആണ്.